ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് എങ്ങനെയാണ് ഊത്തപ്പം തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊത്തപ്പം നമുക്ക് റവ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം 1 കപ്പ് റവ വേണം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കണം. ഈ ഒരു റവ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഈ തൈര് കൂടി നമുക്ക് ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തൈരും റവയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തൈരും റവയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് കുറച്ച് കുറച്ചായി ഈ ഒരു റവയിലേക്ക് ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പച്ചമുളക് ഒഴിവാക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഊത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ സവാളയും തക്കാളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തിരിച്ചിടുന്നതിന് മുമ്പ് നമുക്കിതുപോലെ ഈ വെജിറ്റബിൾസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.